ഒരുപാട് ഭാഷകളിലെ പ്രശസ്തി, ഒരുപാട് ഹൃദയങ്ങളിൽ പേരെഴുതി വച്ചെങ്കിലും ഈ കലാകാരന്റെ മനസ്സ് ഇന്നും മലയാളത്തോടൊപ്പമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മലയാള സിനിമയോട് ചേർന്ന് നിന്നാണ് ഇദ്ദേഹം വളർന്നത്. വളർത്തി വലുതാക്കിയ നാട് തിരസ്കരിക്കുന്ന പൊള്ളുന്ന വേദനയിലാണ് ത്യാഗരാജൻ. കൈവിട്ട മലയാളം കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ കലാകാരനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ ഗ്രീഡം അതല്ലേ സർ, ആ പടം ഇന്ത്യയിൽ ഞങ്ങൾ ഗദ്ദിഷിന് റീമേക്ക് ചെയ്തു. ആ പടം ചെയ്ത് റിലീസായി ഒരുപാട് ഫോണുകൾ വന്നു. ഓക്കെ ഞാനും തിരിച്ച് താങ്ക്സ് എന്ന് പറയും. ഒരു നൈറ്റ് അമിതാഭ് ബച്ചൻ വിളിച്ചു. അമിതാഭ് ബച്ചൻ വിളിച്ച് ഇസായത പിക്ചർ അത് ഇന്ത്യയിൽ അത്ര ഹിന്ദി പറയാൻ പറ്റില്ല. ഇത്ര ഒരു നാച്ചുറലായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഐ ആം വെരി ഹാപ്പി, താങ്ക്സ്, കൺഗ്രാജുലേഷൻ. ഞാൻ താങ്ക്സ്. അറ്റ് ദറ്റ് സെയിം ടൈം ഫസ്റ്റ് അവാർഡിന് ഫിലിം ഫെയറിൽ ആക്ഷനൊക്കെ ഉണ്ടാക്കിയ ആ കൊല്ലം ഗദ്ദിഷിക്ക് എനിക്കാണ് കിട്ടിയത് ആക്ഷൻ ബെസ്റ്റ് സ്റ്റണ്ട് ഡയറക്ടർ ഇൻ ഇന്ത്യ. ആക്ഷൻ രംഗങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ഒരുപാട് പരിശ്രമിച്ച ആളാണ് ത്യാഗരാജൻ. അതുകൊണ്ട് തന്നെ അപകടങ്ങളും ഏറെയുണ്ടായി. മരണം പലവട്ടം മുഖാമുഖം വന്നു നിന്ന് ഒഴിഞ്ഞുപോയ അനുഭവവും ഇദ്ദേഹത്തിനുണ്ടായി. പ്രൊഫഷണൽ ജീവിതം ത്രില്ലായി കണ്ട ഈ മനുഷ്യൻ തന്റെ സിനിമകളിലെ ത്രിൽസ് പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനായി ഭാവനാസമ്പന്നനായ ഈ കലാകാരൻ അത്യധ്വാനം ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു. സജീവമല്ലെങ്കിലും ത്യാഗരാജൻ ഇപ്പോഴും മലയാളത്തിന് പ്രിയങ്കരൻ തന്നെയാണ്. അനിൽ സാർ ഡയറക്റ്റ് ചെയ്ത പടം ദൗത്യം വളരെ അപകടങ്ങളോട് ചെയ്ത ഒരു വെരി ഡേഞ്ചർ പിക്ചേഴ്സ്. കാലത്ത് എണിച്ചാൽ അപ് ടു ഈവനിങ് വരെ വെള്ളമാണ് സാർ. മഴ ഒരു റിവറെ ക്രോസ് പണി പോகிறது മാറ്റർ നൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, സൈഡിൽ നമുക്ക് ആകെ താഴെ കയറിട്ട് വയ്ക്കാം. ഒരു പക്ഷേ എന്തെങ്കിലും അപകടം പറ്റിയാൽ നീ കയറിൽ പിടിച്ചോ, ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് എടുക്കാം. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് ആരുടെ പറയുന്നത്, ഞങ്ങൾ മിലിറ്ററിയിൽ എത്രയോ വലിയ സ്ഥലത്ത് ഞങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയണം വേണ്ട മാസ്റ്ററെ കയറ്. പക്ഷേ വെറുതെ കിടക്കട്ടെ, അല്ല മാസ്റ്റർ വേണ്ട, ഇല്ല എന്താ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഇടാമെന്ന് അങ്ങനെ ഇട്ട് വെച്ചു. അങ്ങനെ ഫസ്റ്റ് സ്ട്രീറ്റിനകത്തും ദെൻ ഒരു 5 പേര് ക്രോസ് ചെയ്ത് അങ്ങനെ പോകണം. ആക്ച്വലി ഞങ്ങൾ തുടങ്ങുമ്പോൾ വെള്ളം കുറച്ച് അങ്ങനെ കളർ മാറാൻ തുടങ്ങി സാർ. ഞാൻ വിചാരിച്ചത് മുകളിൽ എവിടെയോ ഭയങ്കര മഴ ഉണ്ടാകുന്നത് കൊണ്ട് അത് മറ്റ് ரெட் வாட்டர் கலந்து வருது, அந்த மாதிரி ஏதோ ப்ராப்ளம் இருக்கும், இது ரீஸ் ஆகும். மாஸ்டர் எது வந்தாலும் மாஸ்டர் பேடிக்கண்டா நான் போகும் விட்டு சார். ஒரு 3-4 ஃபீட்டு போயிருக்காங்க. ஐயோன்னு ஒரு பயங்கர சவுண்டு. കാണുമ്പോൾ ഞാൻ ഇട്ട കയറെ പിടിച്ച് ഇയാൾ ഇങ്ങനെ ഇട്ടില്ല സാർ, ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നത് സാർ. ഞങ്ങൾ എങ്ങനെ പിടിക്കും? இப்போ நான் ஐயோ என்ன பண்ணுறது, எங்கேயோ காப்பாற்றணும்னு சொல்லிவிட்டு நான் கயிறை பிடிச்சி படுக்கிறதுக்குள்ள மோகன்லால் என் காலை பிடிச்சாச்சு கரையிலேருந்து. மோகன்லால் காலை நம்ம ஆளுங்க 3-4 பேர் பிடிச்சிருக்கு, எல்லாம் டோட்டலாக லைன் மாதிரி பிடிச்சிருக்கோம். எங்களை அப்படியே இந்த வாட்ரு கொண்டு போகிறது சார். ஃபுல் வாட்டர் ரைஸ் ஆகி ஒரு 10 or 15 ഫീറ്റ് കഴിഞ്ഞാൽ ഫാൾസാണ്, വാട്ടർ ഫാൾസാണ്. പെരുങ്ങൽകുത്ത് വാട്ടർഫാൾസ്. അവിടെ ബോർഡേ ഉണ്ട്, എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട് അങ്ങനെ കുളിക്കരുത്, അങ്ങനെ ബോർഡേ ഉണ്ട്. ആ സ്ഥലത്താണ് ഇത് നൈറ്റ് ഷൂട്ടിങ്. അപ്പോൾ എൻ്റെ ഒരു നല്ല ഒരു ഫൈറ്റർ ഉണ്ടായിരുന്നു സാർ, ബഷീറിന് പറയും. അയാൾ വളരെ എക്സ്പെർട്ടാണ് കടലിലെല്ലാം നീന്തിയ. അയാൾ പറഞ്ഞു மாஸ்டர் நான் அந்த கயிறுகிட்ட போய் நிற்கிறேன், எல்லோரும் சேர்ந்து சப்போர்ட் பண்ணி அப்படியே கொஞ்சம் மேலே ஏற்றி ட்ரை பண்ணலான்னு சொல்லி இந்த ஆள் இந்த கயிறை பிடிச்சி இப்படியே சாடி அங்கே போய் ஒரு பெரிய ராக் சார், அது மோளில் போய் நின்று ஒரு 2 or 3 மினிட்ஸில் ராக் கவர் ஆகி சார். അപ്പോൾ അയാളും പോകാൻ തുടങ്ങി. അയ്യോ എൻ കാല് സ്ലിപ്പാകരുത്. അപ്പോൾ ഞങ്ങൾ എത്ര വളരെ ലാങ്ങിലുണ്ട്, അത് പറ്റുന്ന ഒരു ഐഡിയ തോന്നി നമുക്ക് இந்த സൈഡിൽ ഓടി കയറിട്ട് കൊടുക്കാം. ഒരു പക്ഷേ കിട്ടിയാൽ കയറ് പിടിക്കിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയാൽ വേറെ വഴിയിൽ ശരി അങ്ങനെ ശരി ദൈവം നീ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ ഓടി സാർ, ഓടിപ്പോയി ഒരു വലിയ കയറിട്ട് കൊടുത്ത്
அது அயாளோட ஒரு நல்ல நேரம் கரெக்டாக கையில் கிடச்சிட்டு அயாள் லாக்கெட்டு பிடிச்சோம். இந்த சைடில் நாங்கள் 10 பேர் பிடிச்சிக்கிறோம் சார். இந்த ஆள் இப்படியே ஃப்ளைட்டு மாதிரி நிற்கிறான் சார், ஸ்ட்ரைட்டாக வாட்டரில் அப்படியே கொண்டு வந்து சேர்ந்து ஒரு 1 hour அத்தனை ஆள்காரும் கரைஞ்சு சார், கரைஞ்சு அழுதாச்சு. எல்லாம் செத்து போச்சு. எங்கேயோ அங்கே கொண்டு வந்து ஷூட்டிங் கேன்சல்.